അപ്പം നമ്മൾ ഈ ഒരു 50 കൊല്ലത്തിനിപ്പുറത്തേക്ക് ആരോഗ്യ പ്രതിസന്ധികളിലേക്ക്, അവയവങ്ങളുടെ ദൗർബല്യത്തിലേക്ക്, ഉറക്കക്കുറവിലേക്ക് വീഴാൻ തുടങ്ങിയതിൻ്റെ ആരംഭ കാരണങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ട്. 50 കൊല്ലത്തിനിപ്പുറം നമുക്ക് അജ്ഞാതങ്ങളായ രോഗങ്ങൾ ഇങ്ങനെ വന്നു കൂടി. ഇതെന്തുകൊണ്ടാണ് ഈ ഉറക്കമില്ലായ്മ നമ്മുടെ ഒരു വിഷയമായിട്ട് മാറിയത്? എൻ്റെ ചെറുപ്രായത്തിൽ, എൻ്റെ ജനനം 1961 ഡിസംബറിലാണ്. ഒരു 70-71 വരെ എങ്കിലും അന്തിയാകുമ്പോൾ, ഇരുട്ടാകുമ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്. ജോലിക്ക് വേണ്ടി അങ്ങ് ദൂരെ പോയവരാരുമില്ല. തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റളവിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു തൊഴിലുണ്ടായിരുന്നത്? വേലി കെട്ടാൻ പോക്ക്, പെരമേയാൻ പോക്ക്, മീൻപിടുത്തം, അല്പം കൃഷിപ്പണി. അപൂർവമായി നാട്ടിലൊരു കൊല്ലൻ, കുറച്ച് മരപ്പണിക്കാർ, കുറച്ച് കൽപ്പണിക്കാർ. മരപ്പണി എന്ന് പറഞ്ഞാൽ മുളയുടെ കുറ്റി തുളയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ഉള്ളൂ. അതല്ലാതെ ഇന്നത്തെ പോലെ ഡ്രൈവർമാരില്ല, എൻജിനീയർമാരില്ല, ഡോക്ടർമാരില്ല, വക്കീലന്മാരില്ല. ഇങ്ങനെയൊക്കെയുള്ള തൊഴിലുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അന്തിയാവുമ്പോൾ വീട്ടിലുണ്ട്. കൈയും കാലും കഴുകി, കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് കൈയും കാലും കഴുകി, അങ്ങനെ ദിവസവും കുളിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉള്ള കഞ്ഞി കുടിക്കും. അത്താഴം കഞ്ഞിയാണ്. കഞ്ഞിക്ക് കറി പലപ്പോഴും ഒരു ചമ്മന്തി, അല്ലെങ്കിൽ ഒരു മുളക്. അല്പം ഉള്ള വീടാണെങ്കിൽ ഒരു പയറിൻ്റെ, അല്ലെങ്കിൽ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇതുപോലെ പച്ചക്കറിക്കടകളോ പഴക്കടകളോ ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല. റോഡുകളുണ്ടായിരുന്നില്ല, വാഹനങ്ങളുണ്ടായിരുന്നില്ല. ഇതുപോലെ ഷർട്ടും ചെരുപ്പും നമ്മൾ ധരിച്ചിരുന്നില്ല. പേസ്റ്റിട്ട് പല്ല് തേച്ചിരുന്നില്ല, സോപ്പിട്ട് കുളിച്ചിരുന്നില്ല. പക്ഷേ കൂടുതൽ ആരോഗ്യത്തോടെ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നു. അന്തിയാവുമ്പോൾ, ഇരുട്ടാവുമ്പോൾ തന്നെ കയറി ഉള്ള കഞ്ഞി കുടിച്ച്. എത്ര വിളക്കുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ? 1 2 മണ്ണെണ്ണ കുപ്പി വിളക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു ട്യൂബ് ലൈറ്റ് അത്തരത്തിലുള്ള ഒരു 10-20 വിളക്കുകൾക്ക് പകരം വെളിച്ചം തരുന്നുണ്ട്. പക്ഷെ ആ ട്യൂബ് ലൈറ്റ്, ഒരു മണ്ണെണ്ണ വിളക്ക് കൊണ്ട് ഒരു മുറിയിൽ വേണ്ടത്ര വെളിച്ചം നമുക്കുണ്ടായിരുന്നു. ആ മണ്ണെണ്ണ വിളക്കിൽ നമ്മൾ വായിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് 25-ൻ്റെ ബൾബേ അല്ല, വെളിച്ചവും ഇല്ല. 40 പോരാ, 60-ഉം 100-ഉം ഒക്കെ വേണം. അങ്ങനെയുള്ള 3-4 ലൈറ്റെങ്കിലും നമുക്ക് നമ്മുടെ മുറികളിൽ വേണം. എൻ്റെ ചെറുപ്പകാലത്ത് ഈ മണ്ണെണ്ണ വിളക്കാണ്. ആ മണ്ണെണ്ണ വിളക്ക് തന്നെ കഞ്ഞി കുടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ കിടന്നുറങ്ങും. ഉറങ്ങുന്നത് 2 കയറ് കെട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ പായ വെച്ചിരിക്കും. പായ എടുത്ത് ഒരു നിലത്ത് വിരിക്കും. അതിലൊരു പുതപ്പും തലയണ ഉണ്ടാവും, കിടന്നുറങ്ങും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറുത്ത് പായ തിരിച്ച് മുകളിൽ വയ്ക്കും. ബെഡ്റൂം ഉണ്ടായിരുന്നില്ല. ഡൈനിങ് ചെയറും ഡൈനിങ് ടേബിളും ഉണ്ടായിരുന്നില്ല. ഒരു 7-7:30 മണിയാകുമ്പോൾ മനുഷ്യർ കിടന്നുറങ്ങുമായിരുന്നു. നാട് മൊത്തം കിടന്നുറങ്ങുമായിരുന്നു. 7-7:30 മണിക്ക് മനുഷ്യർ കിടന്നുറങ്ങുമായിരുന്നു. വെളുപ്പിനാണ് എണീക്കുക, വെളിച്ചം വന്നാലാണ് എണീക്കുക. 8:30, 9:30, 10:30, 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 10 മണിക്കൂർ, 10-12 മണിക്കൂർ ഉറങ്ങുമായിരുന്നു മനുഷ്യർ. എഴുന്നേറ്റിരുന്നിട്ട് എല്ലാ കാര്യത്തിനാ? എന്ത് ചെയ്യാനാണ്? രാത്രി എഴുന്നേറ്റിരുന്ന് എന്നാ ചെയ്യാനായിരുന്നു? എൻ്റെ വീടും 7-7:30 മണിക്ക് നാട് പോലെ തന്നെ കിടന്നുറങ്ങിയിരുന്നു.
എൻ്റെ വീടിൻ്റെ ഉറക്കം പോയത്, എൻ്റെ വീടിൽ ഉറക്കം നഷ്ടപ്പെട്ടത് എൻ്റെ വീട്ടിലൊരു സിസ്റ്റർ വന്ന് കയറിയതിന് ശേഷമാണ്. ആ സിസ്റ്റർ വന്ന് കയറി അന്ന് തുടങ്ങി വീടിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ട്രാൻസിസ്റ്റർ റേഡിയോ. നേവൽ ബേസിൽ അപ്പച്ചന് ജോലി അവിടെയായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ഒരു ദിവസം പറഞ്ഞിരുന്നു, നാളെ ഒരത്ഭുതം സംഭവിക്കും. ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അത്ഭുതം. ഒരു പെട്ടിയിലാണ് അത്ഭുതം വന്നത്. ആ പെട്ടി അടുക്കാൻ സമ്മതിച്ചില്ല, ദൂരെ ഇരുന്നോളണം. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട ട്രാൻസിസ്റ്ററിനെ എടുത്ത് സ്റ്റൂളിലൊരു വെള്ള തുണി വിരിച്ച് ആ തുണിയുടെ പുറത്താണ് ട്രാൻസിസ്റ്റർ വെച്ചത്. അതങ്ങ് തുറന്നിട്ട് വന്നത് ഗോപുരമുകളിൽ വസന്തചന്ദ്രൻ, അന്നത്തെ ഹിറ്റ് പാട്ടാണ്. അയ്യോ, എന്തൊരു സന്തോഷമായിരുന്നു. റേഡിയോ, നമ്മുടെ വീട്ടിൽ റേഡിയോ വന്നു. ചുറ്റുമുള്ള വീടുകളിൽ, കാര്യമായിട്ട് 1-2 വീടുകളിൽ, ഇത്തിരി നീങ്ങിയുള്ള വീടുകളിൽ, ജന്മിമാരുടെ വീട്ടിൽ മാത്രമാണ് ഉള്ളത്. തൊടാൻ സമ്മതിക്കത്തില്ല. അടുത്ത വീട്ടിലെ അമ്മമാരെല്ലാവരും ഓടിക്കൂടി പാട്ട് കേട്ടിട്ട്. അതിൽ കൊച്ചു വല്യമ്മ എന്ന് പറഞ്ഞ് ഞങ്ങളെ കിഴക്ക് ഭാഗത്തെ വീട്ടിലൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ ആകെ അമ്പരന്ന് പോയി ഇത് കേട്ടു. മോനെ, ഇതേതവളാണ് ഇതിൻ്റെ ഉള്ളിലിരുന്ന് പാടണേന്ന് ചോദിച്ചു. ഈ റേഡിയോ വന്നതിന് ശേഷം 7:30 മണിയുടെ ഉറക്കം 8:30-യിലേക്കും 9-ലേക്കും എത്തി എന്നുള്ളതാണ്. അപ്പോഴേക്കും ഉറക്കം വന്ന് കിടക്കും. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ കരണ്ട് വരാൻ തുടങ്ങിയത്. എൻ്റെ വീടിൻ്റെ 200 മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജന്മിയുടെ വീട്ടിലാണ് ആദ്യമായിട്ട് വൈദ്യുതി എത്തുന്നത്. വീടിൻ്റെ മുന്നിൽ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടു. വാഴപ്പിണ്ടി ലൈറ്റ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിച്ചിരുന്നത്. അതിൻ്റെ വെളിച്ചം എൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തുമായിരുന്നു, 200 മീറ്ററിനിപ്പുറം. ഇന്ന് ആ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ 4 ട്യൂബ് ഇട്ടാലും വെളിച്ചമില്ല എന്നാണ് പറയുക. അതൊരിക്കലും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. എന്തോ അന്തരീക്ഷത്തിനും പറ്റി, എന്തോ വെളിച്ചത്തിന് പറ്റി. അതോ നമ്മുടെ കണ്ണിനാണോ പറ്റിയതെന്നുള്ളത്. പിന്നീട് TV വന്നു. കരണ്ട് വന്നപ്പോൾ 9 മണിയുടെ ഉറക്കം 10 മണിയായി. ഉറക്കം വന്നില്ല. പിന്നീട് TV വന്നപ്പോൾ 11 മണിയായി. പിന്നെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും വന്നതോടെ അത് വെറ്റിലയിൽ ചുണ്ണാമ്പം തേച്ച് 1 മണി, 2 മണി, 3 മണി. മൊബൈൽ അവിടെ വീഴും, തലയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും, നമ്മൾ കിടന്നുറങ്ങും. ഇങ്ങനെയായി. എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഒരു നിത്യസഹായ മാതാവിൻ്റെ പള്ളി വളപ്പ്. അവിടെ ശനിയാഴ്ചകളിൽ മാതാവിൻ്റെ നൊവേനയുണ്ട്. ധാരാളം ആളുകൾ പോകും. ഞങ്ങളുമൊക്കെ പോയിരുന്നു. അവിടെ പുതിയൊരു ലൈറ്റ് വന്നു. ഭയങ്കര വെളിച്ചം. ആ പ്രദേശം മുഴുവൻ വിതറുന്ന ഒരു പുതിയ ലൈറ്റ് വന്നു. ആ ലൈറ്റ് കാണാൻ തന്നെ നൊവേനയ്ക്ക് കൂടി. മെർക്കുറി ലൈറ്റ്. കത്തിനും കണ്ണി കേട് പിടിച്ചു. ആദ്യമായിട്ടാണ് കണ്ണിക്കേട് എന്ന് പറഞ്ഞുള്ള ചെങ്കണ്ണ്, മദ്രാസ് ഐ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. മദ്രാസിൽ പോയി വരുന്നവർക്ക് കിട്ടിയിരുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ പിടിച്ചത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു, ഈ ലൈറ്റ് മെർക്കുറി ലൈറ്റാണ്. അത് ഇത്രയും താഴെ ഇട്ട് കണ്ണിൽ കൊള്ളാൻ പാടില്ലായിരുന്നു. കുറേയും കൂടെ പൊക്കി വെക്കേണ്ടതായിരുന്നു. അത് താഴ്ത്തി വെച്ചത് കൊണ്ടാണ് അത് കണ്ടിട്ടവർക്ക് കണ്ണിൽ കേട് പിടിച്ചത്. ലൈറ്റ് കണ്ണിന് നാശമാണ്, കണ്ണിന് കേടുവരുത്തുന്നതാണ് എന്ന് അന്നാണ് ഒരു ചിന്താശകലമായിട്ട് ഉള്ളിൽ കയറുന്നത്. ഇന്ന് ചെറിയ സാധാരണ പ്രകാശത്തിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല, പലതും കാണാൻ കഴിയില്ല. നമുക്ക് മുറിയിലേക്ക് കടന്നാൽ ഉടനെ ലൈറ്റ് ഇടണം.
ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കഴിയുന്നത്ര ലൈറ്റ് കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. ടോയ്ലറ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അല്പം ഇരുട്ട് വന്നാലും കുറച്ച് കഴിയുമ്പോൾ വെളിച്ചം തോന്നും. പക്ഷേ ലൈറ്റ് ഇടാതെ കിടന്നാലും ആരെങ്കിലും അത് കണ്ടു നിൽക്കുകയാണെങ്കിൽ അവരൊന്നും ഉടനെ പുറത്തുള്ള ലൈറ്റ് ഇട്ട് തരും. കണ്ണ് കാണണ്ടേ? ഞാൻ എൻ്റെ ഓഫീസ് റൂമിലിരിക്കുമ്പോൾ ചേട്ടൻ എന്താ ഈ ഇരുട്ടത്തിരിക്കണേ? ഞാൻ വായിക്കുകയാണ്, ലൈറ്റ് വേണ്ടേ? ഇപ്പോൾ ലൈറ്റ്, ഈ വെളിച്ചം എന്നുള്ളത്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, കണ്ണിന് കേടുവരുത്തുന്ന ഒരു സാധനമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് വേറൊരു അന്തരീക്ഷം കൂടി ഉണ്ടായി. എറണാകുളത്ത് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ ഒക്കെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ കൊണ്ടേ കൊടുക്കാൻ ഞാൻ പത്രാഫീസിൽ പോകും. അപ്പോൾ പല പത്രക്കാരുടെയും കണ്ണിൻ്റെ പീലിയെല്ലാം കൊഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇവർ ഈ ടേബിൾ ലാമ്പ് വെച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതൽ. അവരുടെ കണ്ണുപീലികളെല്ലാം മോശമാകുന്നത് പോകുന്നത് ഞാൻ കണ്ടു. ഈ ടേബിൾ ലാമ്പിൻ്റെ കുഴപ്പമാണല്ലോ എന്ന് അന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൂടാതെ ആ സമയത്ത് ബസ്സുകളിൽ സ്ഥിരം യാത്ര ചെയ്യുമായിരുന്നു. രാത്രി ബസ്സുകളിൽ ലൈറ്റിൻ്റെ അടുത്ത് നിന്നിട്ടാണ് പോരുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഉറക്കം വന്നാൽ കമ്പിയെ പിടിച്ച് പതുക്കെ ഒന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ഉറങ്ങുമായിരുന്നു. ക്ഷീണം കൂടില്ല, ആകെ കൂടി ഒരു അസ്വസ്ഥത. അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ആശ്വാസം. ഇതും ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാൻ ഗുജറാത്തിൽ 1986 ഒരു വർഷം, ഗുജറാത്തിൽ 85 നാരായൺ ദേശായി, ഗാന്ധിജിയുടെ ശിഷ്യനായിരുന്ന മഹാദേവ് ദേശായിയുടെ മകൻ നാരായണൻ ദേശായി നടത്തുന്ന സമ്പൂർണ്ണ വിപ്ലവ വിദ്യാലയത്തിൽ പഠിക്കാൻ പോയി. ഗാന്ധി JP വിനോബ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ധാരാളം മെറ്റീരിയൽ അവിടുത്തെ ലൈബ്രറിയിൽ വായിക്കാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷ്യൻ സയൻറ്റിസ്റ്റുകളുടെ ഒരു മെറ്റീരിയൽ കാണാനിടയായത്. അവർ ഈ ഇലക്ട്രിക് മിസ്റ്റിനെ കുറിച്ചാണ് ഗവേഷണം, വൈദ്യുത മഞ്ഞ്. അപ്പോൾ അവർ പറയുന്നത്, നമ്മുടെ വിശ്വാസം ഇലക്ട്രിക് ബൾബുകൾക്ക് മലിനീകരണം ഇല്ല എന്നാണ്. ഒരു ഫാൻ കറങ്ങുമ്പോൾ മലിനീകരണം ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ മലിനീകരണം ഉണ്ട്. ആ മാലിന്യത്തെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതിനെയാണ് അവർ ഇലക്ട്രിക്കൽ മിസ്റ്റ് എന്ന് വിളിച്ചത്. നമ്മുടെ മുറികളിൽ കത്തിക്കിടക്കുന്ന ഈ വൈദ്യുത വിളക്കുകൾ, വൈദ്യുത ഉപകരണങ്ങൾ, അത് പുറപ്പെടുവിക്കുന്ന മാലിന്യം ഇലക്ട്രിക് മിസ്റ്റ്. അതേപോലെ റേഡിയേഷൻ, പ്രത്യേകിച്ച് മോഡേൺ ഗാഡ്ജറ്റുകൾ വന്നപ്പോൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ വിചാരം അതിനൊന്നും മലിനീകരണം ഇല്ല എന്നാണ്. അപ്പോൾ ആ മാലിന്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രകാശം നമ്മുടെ ത്വക്കിൽ കൊണ്ടു കഴിഞ്ഞാൽ ത്വക്കിനെന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും രാത്രികാലങ്ങളിലുള്ള പ്രകാശം എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നത്? അധികം പഠനമൊന്നും നടന്നിട്ടില്ല, പക്ഷേ പഠനങ്ങൾ ഒരുവിധമൊക്കെ നടന്നിട്ടുണ്ട് ആ മേഖലയിൽ. പക്ഷെ അതൊന്നും വേണ്ടത്ര പുറത്തു വരാൻ തൽപര കക്ഷികൾ ഇടയാക്കില്ല. ഏത് ശാസ്ത്രമേഖലയും പോലെ അങ്ങനെയുള്ളതെല്ലാം തമസ്കരിക്കപ്പെടും. മറ്റൊരു സമയത്ത് കണ്ണും അതിൻ്റെ പ്രയാസവും വെളിച്ചമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു സുഹൃത്ത് ജോൺ എവിഡസ്, കർത്തയിടം, വൈപ്പിൻ്റെ മാലിപ്പുറമാണ്. ജോൺ എവിഡസ് പള്ളുരുത്തിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെൽഡിങ് പഠിക്കാൻ ചേർന്നു. വെൽഡിങ് പഠിക്കാനായി പോയി പിറ്റേ ദിവസം കണ്ണും മുഖമൊക്കെ വീർത്ത് ആകെക്കൂടെ പ്രയാസമായിട്ട് ഇരിപ്പായി. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഷീൽഡ് വെക്കാതെ വെൽഡ് ചെയ്തു, കണ്ണിലടിച്ചു. ആ പ്രകാശം കണ്ണിലടിച്ചതാണ്, കണ്ണാകെ. നമ്മൾ ഈ ഒരു 50 കൊല്ലത്തിനിപ്പുറത്തേക്ക് ആരോഗ്യ പ്രതിസന്ധികളിലേക്ക്, അവയവങ്ങളുടെ ദൗർബല്യത്തിലേക്ക്
ഉറക്കക്കുറവിലേക്ക് വീഴാൻ തുടങ്ങിയതിൻ്റെ ആരംഭ കാരണങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ട്. 50 കൊല്ലത്തിനിപ്പുറം നമുക്ക് അജ്ഞാതങ്ങളായ രോഗങ്ങൾ ഇങ്ങനെ വന്നു കൂടി.